ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് ഡി ബിയിൽ കണക്ഷൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, അത്ര ഫേസ് ആണ് വരുന്നത്, ന്യൂട്രൽ എത്രണ്ണമാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ 3 ഫേസ് എന്ന് പറയുന്ന സമയത്ത് 3 ഫേസും ഒരു ന്യൂട്രലാണ് വരുന്നത്. അത് നേരെ നമ്മുടെ KCB ലൈനിൽ നിന്നും നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് വരുന്നു. മീറ്റർ ബോക്സിൽ നിന്നും ഫ്യൂസ് യൂണിറ്റ് ഒക്കെ വഴി 3 ഫ്യൂസ് യൂണിറ്റും വഴി ഒരു ന്യൂട്രൽ ലിങ്കും വഴി നേരെ വരുന്ന ഐസൊലേറ്ററിലേക്കാണ്. RYB എന്ന് പറയുന്ന രീതിയിൽ കണ്ടു. ഇതാണ് ഫസ്റ്റ് തന്നെ ഐസൊലേറ്ററിൻ്റെ ഏറ്റവും താഴെയാണ് വരുന്നത്. ന്യൂട്രൽ എന്ന് പറയുന്നത് ടെസ്റ്റ് ഊതി തെളിയാത്തതുകൊണ്ട് അതാണ് ന്യൂട്രൽ വരുന്നത്. ബാക്കി കാണുന്ന എല്ലാം തന്നെ ഫേസാണ് വരുന്നത്. ഇത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നേരെ മുകളിലേക്ക് RYB എന്ന് പറയുന്ന കളർ കൂടി കൊടുത്തിട്ടുണ്ട്, വയർ കൊടുത്തിട്ടുണ്ട്. നേരെ അതിലേക്ക് വരുന്നു. ന്യൂട്രും അതുപോലെ തന്നെ വരുന്നു. നേരെ അതിനുശേഷം അതിൻ്റെ ഔട്ട് വരുന്ന ഐസൊലേറ്ററിൻ്റെ ഔട്ട് വരുന്നത് RCCBയുടെ ഇന്നിലേക്കാണ്. RCCBയുടെ ഇന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു. നേരെ 3 ഫേസ് ന്യൂട്രും വന്നു ഇവിടേക്ക് വന്നു. അത് 61 ആംസിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്, RCCB കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് 3 ഫേസും നേരെ മുകളിലേക്ക് വരുന്നു, ന്യൂട്രും മുകളിലേക്ക് വരുന്നു. ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ കണ്ടോ, നേരെ വരുന്നത് ന്യൂട്രൽ ലിങ്കിലേക്കാണ്. ന്യൂട്രൽ ബാർ ഉണ്ട്, അതായത് നമ്മുടെ DBയുടെ അകത്ത് വരുന്ന ന്യൂട്രൽ ബാറിലേക്കാണ് കൊടുക്കുന്നത്. ബാക്കി വരുന്ന 3 ഫേസും നേരെ പോകുന്നത് സെലക്ടറിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സെലക്ടറിലേക്കും 3 ഫേസും പോകും. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സെലക്ടറിലും ഏത് ഫേസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ടർ സ്വിച്ച് കൊടുക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് 3 ഫേസ് ഡി ബിക്ക് സെലക്ടറിൻ്റെ സ്വിച്ച് ആവശ്യമുണ്ടോ എന്ന്. സെലക്ടർ സ്വിച്ച് മസ്റ്റായിട്ടും വേണം. കാരണം വേറൊന്നും ഉണ്ടല്ല, ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് നമ്മൾ സെലക്ടർ സ്വിച്ച് ഇല്ലാത്ത TPN DB കൊടുക്കുന്നത്. നമ്മൾ സാധാരണ വീടുകളിൽ വെക്കുന്ന സമയത്ത് നമ്മൾ 3 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ സെക്ഷൻ വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ സെലക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ആ സെക്ഷൻ മാറ്റി നമുക്ക് ആ സെക്ഷനിലേക്ക് കറണ്ടുള്ള ലൈനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ടർ മസ്റ്റായിരിക്കും. അതിൽ നിന്ന് വരുന്ന റെഡ് ഫേസ് കണ്ടോ, ആ റെഡ് ആദ്യത്തെ സെലക്ടറിൽ നിന്ന് റെഡ് ഫേസ് നേരെ MCBകളുടെ സെക്ഷനിലേക്ക്, ഒരു MCBകളുടെ സെക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ഒരു 2 എണ്ണം മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇൻവെർട്ടറിൻ്റെ ചാർജിങ് ഔട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ Y എന്ന് പറയുന്ന ഫേസ് കണ്ട, ഇതാണ് ഔട്ട് വന്നിരിക്കുന്നത്. 10 സ്ക്വയർ വയറമാണ് ആ സെലക്ടറിൻ്റെ ഔട്ട് വന്നത്. നേരെ അടുത്ത സെക്ഷൻ്റെ MCBകളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്. MCBകളുടെ എല്ലാ സെക്ഷനിലൂടെ താഴെ ഒന്നിച്ച് ലിങ്ക് ചെയ്ത് അതിലേക്കാണ് ലിങ്കറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബ്ലൂ, അതായത് RYB എന്ന് പറയുന്ന ബ്ലൂ സെക്ഷനിലെ ബ്ലൂ ഫേസാണ് വരുന്നത്. നേരെ വരുന്നത് അടുത്ത MCBകളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്. 6 way DB ഉണ്ട്, 8 way DB ഉണ്ട്. ഇത് 8 way DB ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ 6 way DBയുടെ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 6 MCB കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 സ്പേസ് അവിടെ വരുന്നുണ്ട്. 2 MCBകൾ ഓരോന്നിനും ഇടാനുള്ള സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഈ MCBകളുടെ ഔട്ടാണ് ഓരോ സർക്യൂട്ടിൻ്റെയും ഓരോ റൂമിൻ്റെ സർക്യൂട്ടുകളിൽ സെപ്പറേറ്റ് കൊടുക്കുന്നത്. അതെല്ലാം കൊടുക്കുന്നത് ആംബിയർ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. AC സെപ്പറേറ്റ് ആംബിയർ, പവർ പ്ലഗിന് സെപ്പറേറ്റ് ആംബിയർ, വാഷിംഗ് മെഷീന് സെപ്പറേറ്റ് ആംബിയർ, അങ്ങനെ ഓരോ സെക്ഷനിലേക്ക് റൂം സർക്യൂട്ട് സെപ്പറേറ്റ് ആംബിയർ, ഹീറ്ററിന് സെപ്പറേറ്റ് ആംബിയർ, അങ്ങനെ വരുന്ന ഓരോ ആംബിയർ സെക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ MCBകൾ സെലക്ട് ചെയ്യുന്നത്. 20 ഉണ്ടാവും, 16 ഉണ്ടാവും, 10 ഉണ്ടാവും, അങ്ങനെ പല ആംബിയറും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് MCB വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ MCBകളെല്ലാം കൊടുക്കുന്നത് ആംബിയറിനനുസരിച്ചിട്ടാണ് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഹൈ ആംബിയർ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ MCB ട്രിപ്പായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വേണ്ടത് എന്താണ്, ഇപ്പോൾ LED കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, LED സ്ട്രിപ്പും അതുപോലെ തന്നെ LED ലൈറ്റ്സുകളൊക്കെ വരുന്നുണ്ട്. ഒരു റൂമിലേക്ക് അത്യാവശ്യം മിനിമം ഒരു ഏറ്റവും കുറഞ്ഞത് 10 ആംബിയറെങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഹീറ്ററിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് നമ്മൾ സർക്യൂട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ 16 ആംബിയറെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞത് ആംബിയറിൻ്റെ MCB എങ്കിലും നമ്മൾ കൊടുക്കണം. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ പഠിക്കരുത്, ഷെയർ ചെയ്യാനും പഠിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കരുത്. എനിക്ക് തോന്നുന്നത് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink